ആണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. ഒരു അടിപൊളി ചാപ്റ്റർ ആയിരുന്നു അല്ലെ, സിനിമയാണ്, എല്ലാവർക്കും അറിയില്ലേ ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന നമ്മുടെ സിനിമയെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഒരു ഫിലിമി ലേഖായിരുന്നു അല്ലെ. അപ്പൊ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് മിസ് ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് എന്താണ് നമ്മുടെ ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന ഫിലിം, അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ. 1948 നമ്മുടെ എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള കാലഘട്ടത്തിലെ ജനങ്ങളുടെ അവസ്ഥയെ എന്താണ് സൂചിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് എന്ത് പറയുന്നത്, നമ്മുടെ ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയാം, നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ ഒരുപാട് തവണ അത് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഒരു സമയത്തെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും, ദാരിദ്ര്യമായിരിക്കും, പട്ടിണിയായിരിക്കും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സിനിമ സംഭവ സിനിമയായിരുന്നു അല്ല, വളരെ ലോ ബഡ്ജറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു കേട്ടോ. വളരെ ലോ ബഡ്ജറ്റിൽ. അത് മാത്രമല്ല, സാധാരണ ഒരു ഫാക്ടറി തൊഴിലാളി എന്താണ് അതിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുകയാണ്. അവിടെ റോഡിൽ കളിച്ചുകൊണ്ടിരുന്നൊരു പയ്യനെ പിടിച്ച് ഹീറോയുടെ മകനാക്കി മാറ്റാണ്. അങ്ങനെ വളരെ ലോ ബഡ്ജറ്റിലാണ് നമ്മുടെ ഈ ഒരു ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അതൊരു ലോകം കണ്ട ക്ലാസിക് മൂവി ആയിട്ട് മാറുമായിരുന്നു. 1950 ഇതിന് ഓസ്കാർ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു അങ്ങനെയുള്ളൊരു സംഭവ ബഹുലമായ ഒരു കഥയാണ്, ഒരു ഫിലിമാണ് നമ്മുടെ ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ കാണാത്ത മക്കളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഫിലിം കണ്ടിട്ടുണ്ടാവണം. ചിലപ്പോൾ സ്കൂളിലൊക്കെ മക്കൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ കാണിച്ചു തരുമായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു ഫിലിമിലേക്കിൽ ഫുൾ എന്താണ് ആ ഒരു കഥ മുഴുവൻ നമ്മളോട് പറയുന്നുണ്ട്. പിന്നെ സിനിമയുടെ ലാസ്റ്റിലോട്ട് കുറച്ച് ഭാഗത്ത് എന്താണ് നമുക്ക് സിനിമയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ മകള് പഠിച്ചു കഴിഞ്ഞതാണ്, നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞതാണ് നമ്മുടെ ഫുൾ ചാപ്റ്റർ അല്ലെ. അപ്പൊ നോക്കി എന്താണ് ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന പാഠത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മക്കൾ കണ്ടിട്ടുണ്ടാവും. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളാം, ശ്രദ്ധിച്ച് ഇതിന്റെ ഓരോ ഭാഗങ്ങളുമാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, നമ്മുടെ എന്താണ് ലാദ്രീതി ബൈസിക്കിൾ, അത് മക്കൾ പഠിച്ചു കഴിഞ്ഞതാണ്. ലാദ്രീതി ബൈസിക്കിളറ്റ് എന്നാണ് എന്ത് നമ്മുടെ ഇറ്റാലിയൻ ഭാഷയിൽ എഴുതിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫിലിമിന്റെ ഒറിജിനൽ നെയിം കേട്ടോ. അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ചിലപ്പോൾ പോസ്റ്റർ ഒക്കെ എഴുതാൻ വേണ്ടി വരും. അപ്പൊ ഈ ഒരു പേര് ചിലപ്പോൾ തന്നേക്കാം. പിന്നെ അഥവാ പോസ്റ്റർ വന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്ന സമയത്ത് ഈ ഒരു പേര് എഴുതി വെക്കുന്നത് നല്ലതാണ്. ലാദ്രീതി ബൈസിക്കിളറ്റ് എന്നാണ് ആ ഫിലിമിന്റെ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താണ് തട്ടിവിടാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം കേട്ടോ. അപ്പൊ മക്കൾ ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മൾ എന്താണ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇമോഷൻ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിക്കേ. ഗരീബി और उदासी की तुलना धूप से की है क्यों? നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മളെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് എന്താണ് ഈ വേൾഡ് വാറിന് ശേഷമുള്ള ആ ഒരു അവസ്ഥ അല്ലെ. ഗരീബി മീൻസ് എന്താണ്, ദാരിദ്ര്യമായിരുന്നു. ദാരിദ്ര്യവും ഉദാസി മീൻസ് എന്താണ്, സങ്കടം അല്ലെ. ദാരിദ്ര്യവും സങ്കടവും അതിന്റെ തുലന, അതിനെയൊക്കെ എന്തിനോട് നമ്മൾ ഉപമിച്ചിട്ടുണ്ട്, ധൂപ്പ് സേ കീ ഗയി ഹേ. ധൂപ്പ് മീൻസ് എന്താണ്, വെയില് പോലെ. അതിൽ കറക്റ്റ് പറയുന്ന വേർഡ് മിസ് ഒന്ന് മലയാളത്തിൽ പറയാം. നമ്മുടെ ദാരിദ്ര്യവും ഉദാസി, നമ്മുടെ ഈ ഒരു സങ്കടമൊക്കെ വെയില് പോലെ നമ്മുടെ അവിടെ വ്യാപിച്ചു കിടക്കുന്നുണ്ടായിരുന്നു, ഇറ്റലി മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്ന സെന്റൻസ് അനുസരിച്ചിട്ടാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ധൂപ്പിനെ ഇതുമായിട്ട് എന്തിനാണ് കമ്പയർ ചെയ്തത്, തുലന ചെയ്തത്, എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എഴുതേണ്ട ആൻസറുകൾ എന്തൊക്കെയായിരിക്കും, വേൾഡ് വാറിന്റെ സമയം കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് പറയുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും, ദുഃഖവും ദാരിദ്ര്യവും ഒക്കെ അവിടെ വളരെയധികം വ്യാപിച്ചിട്ടുണ്ടാവും. വ്യാപിക്കുക എന്നുള്ളതിനെ വെയില് പോലെ വ്യാപിച്ചു എന്ന് നമ്മൾ തുലന ചെയ്തതാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. അത് മിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹിന്ദിയിലോട്ട് എഴുതുന്നേ ഉള്ളൂ, മക്കൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് വിശ്വയുദ്ധ കെ ബാദ് കെ സമയ കി ഹാലത് കോ ദിഖാത്തി ഹേ. നിർബന്ധമായിട്ട് നിങ്ങൾ ഇങ്ങനെ വേണം എഴുതി തുടങ്ങാൻ വേണ്ടിയിട്ട്. ഈ ഒരു സിനിമ വിശ്വയുദ്ധം വെച്ചാണ് നമ്മുടെ വേൾഡ് വാർ അല്ലെ. വേൾഡ് വാറിന് കെ ബാദ് വെച്ചാണ് ശേഷമുള്ള സമയത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. സമയക്ക് ഹാലത്ത് കോ, സമയത്തിലെ ഹാലത്ത് മീൻസ് എന്താണ്, അവസ്ഥയാണ് കേട്ടോ. അവസ്ഥയാണ്. ദിക്കാത്തി എന്ന് വെച്ചാണ് കാണിച്ചു തരുന്നത്. പൂരേ ദേശമേ, നമ്മുടെ മുഴുവൻ ദേശത്തും, ആ ഒരു ഇറ്റലി, നമ്മുടെ ഇറ്റലിയിലാണ് ആ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്, ആ ഫിലിം നടന്നിട്ടുണ്ടായിരുന്നത്. ആ പൂരേ ദേശമേ മുഴുവൻ ദേശത്തും എന്തുണ്ടെന്നാ പറഞ്ഞത്, ഗരീബിയും ദാരിദ്ര്യവും ഉദാസിയും സങ്കടവും ധൂപ്പ് കി തറഫ് ഫൈൽ ഗയി ഹേ. നോക്കിയേ, ധൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്, വെയില് പോലെ എന്തായിട്ടുണ്ട്, വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ആൻസർ എന്ന് പറയുന്നത്. അപ്പം മെയിൻ ആയിട്ട് നിങ്ങൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള കാലഘട്ടമായോണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം എഴുതണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. നോക്കിക്കേ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. ബിഖർത്തി മാനവത
ക്യാ താത്പര്യം അല്ലെ? ഈ ബിഖർത്തി മാനവത എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് ചോദിച്ചത്. കുറച്ച് ഈ ബുദ്ധിമുട്ടുള്ള വാക്കാണ്. ബിഖർത്തി എന്ന് വെച്ചാൽ എന്താണ്? തകരുന്ന എന്നുള്ള അർത്ഥമാണ്. മാനവത വെച്ചാൽ എന്താണ്? മനുഷ്യത്വം എന്നുള്ള മീനിങ് ആണ്. അപ്പം തകരുന്ന മാനവത അല്ലെങ്കിൽ തകരുന്ന മനുഷ്യത്വം എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് മക്കളോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? മനുഷ്യത്വം ഇല്ലാതാവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബിഖർത്തി മാനവത എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചാൽ മതി. അത് നമ്മൾ എഴുതാണേ, നോക്കണേ. ബിഖർത്തി മാനവദാസെ താത്പര്യ ഹേ. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ അങ്ങ് എഴുതി വെക്കുക, എന്നിട്ട് മാത്രം നമ്മുടെ ആൻസറിലോട്ട് പോകുക. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ മക്കൾ ഈ ഒരു ഐഡിയ പ്രയോഗിക്കുക. ആദ്യം ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് ഇങ്ങനെ ആൻസർ എഴുതുന്ന രീതിയിലോട്ട് മാറാം. അപ്പൊ തന്നെ നമുക്ക് 2 മാർക്കിന്റെ ആൻസർ ആവും കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ബിഖർത്തി മാനവത എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത്? താത്പര്യം എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് നഷ്ട ഹോത്ത മാനവ മൂല്യം അല്ലെ? നഷ്ടപ്പെടുന്ന മാനവ മൂല്യങ്ങൾ. ഓക്കെ, ഇത്ര മാത്രം എഴുതിയാലും മക്കൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. നഷ്ടമാകുന്ന മാനവ മൂല്യം എന്നാണ് ബിഖർത്തി മാനവത, തകർന്ന മനുഷ്യത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. ഫിലിം എന്നിട്ട് നമ്മൾ സിനിമയെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യണ്ടേ? ഫിലിം മേ ലോഗ് ഗരീബി കെ കാരൻ ചോരി കർനെ കെ ലിയെ ഭി തയ്യാർ ഹോ ജാത്തെ ഹേ. നമ്മൾ കണ്ടിട്ടുണ്ട് ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ഫിലിമില് നമ്മുടെ അന്തോണിയോ എന്തിനു തയ്യാറാവുന്നുണ്ട്? മറ്റൊരുത്തന്റെ എന്താണ് സൈക്കിൾ മോഷ്ടിക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ അന്തോണിയുടെ സൈക്കിൾ വേറെ ആരോ മോഷ്ടിച്ചും കൊണ്ടുപോകുന്നുണ്ട് അല്ലെ? അപ്പം ഈ ഒരു എന്ത് മനുഷ്യത്വം നഷ്ടമാകുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഒരാളുടെ മുതൽ മോഷ്ടിക്കുക എന്ന് പറയുന്നത് തന്നെ എന്താണ്? മനുഷ്യത്വം നഷ്ടമാകുന്നതാണ് അല്ലെ? അപ്പൊ ഫിലിമില് ലോക് നമ്മുടെ ജനങ്ങൾ ഗരീബിക്ക് കാരണം, ദാരിദ്ര്യം കാരണം ചോരി കർനെ കേലിയെ, ചോരി കർനെ കേലിയെ എന്നാണ് നമ്മൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വരെ, ചോരി കർനെ കേലിയെ എന്താണ്? മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വരെ എന്താണ്? തയ്യാർ ഹോ ജാത്തി ഹേ, തയ്യാറാവുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അപ്പൊ ഫിലിമിൽ എന്താണ് നടന്നത് എന്നുള്ളത് എഴുതുക. പിന്നെ എന്താണ്? നഷ്ട ഹോത്ത മാനവ മൂല്യം അല്ലെ? നഷ്ടമാകുന്ന മാനവ മൂല്യത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. നോക്കിക്കേ, അപ്പനി ഈമാൻദാരി. ഇത് നിങ്ങളോടുള്ള പേഴ്സണൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് നമുക്ക് എക്സാമിനൊന്നും ചോദിക്കത്തില്ല. പക്ഷെ എന്താണ്, നിങ്ങളോട് നമ്മുടെ ടീച്ചേഴ്സ് ഹോംവർക്ക് ഒക്കെ തരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ അങ്ങ് എഴുതിയാൽ മതി. ഏകദേശം ഇത് ഇങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് കേട്ടോ. നോക്കുക, अपनी ईमानदारी भूख से टकराने पर अपने आप क्या करेंगे? നിങ്ങളോടാണ് ചോദ്യം. എന്താണ്? നിങ്ങളുടെ സത്യസന്ധത വിശപ്പുമായി കൂട്ടിമുട്ടുന്ന സമയത്ത്, ഈമാൻദാരിയുമായി കൂട്ടിമുട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മുടെ അന്തോണിയോ എന്താ ചെയ്തിട്ടുണ്ടായത്? നമ്മുടെ അന്തോണിയോ എന്നാണ് പേര്. അന്തോണിയോ എന്താ ചെയ്തിട്ടുള്ളത്? അവന് വിശപ്പ് കൂടിയപ്പോഴല്ല, ദാരിദ്ര്യം വളരെയധികം കൂടിയ സമയത്ത് അവൻ എന്ത് ചെയ്യാണ്? അവന്റെ സത്യസന്ധത അങ്ങ് മറന്നുകൊണ്ട് സൈക്കിള് മോഷ്ടിക്കാൻ വേണ്ടി തയ്യാറാവാണ്. നിങ്ങളാണ് ഈ സ്ഥാനത്തെങ്കിൽ നിങ്ങളുടെ ഭൂക്കും ഈമാൻദാരിയും കൂട്ടിമുട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ മോഷ്ടിക്കാൻ തയ്യാറാവും, എനിക്ക് ജീവിക്കുന്നതാണ് എന്ത് വലുത്. അങ്ങനെ പറഞ്ഞ് എഴുതി വെക്കരുത്. ഇത് നമ്മുടെ എക്സാം ആണല്ലോ. അപ്പൊ എന്താണ്, നമ്മുടെ എഴുതേണ്ട സംഭവമാണല്ലോ. അപ്പൊ നമ്മൾ എന്താണ്, നല്ല പോലെ എഴുതണം. നോക്കിക്കേ, ഭൂക്ക് സേ ടക്കറാനെ പർ ഭി മേ മേരി ഈമാൻദാരി നഹി ഖോऊंगी. നിങ്ങൾ എപ്പോഴും എഴുതേണ്ട സാധനം ഇങ്ങനെയാണ്. എങ്ങനെ വിശപ്പ് ആയിട്ട് കൂട്ടിമുട്ടിയാലും, പർബി എന്ന് വെച്ചാൽ കൂട്ടിമുട്ടിയാലും, ടെക്കറാനി പർബി എന്നാണ് കൂട്ടിമുട്ടിയാലും, മേരി ഈമാൻദാരി എൻ്റെ സത്യസന്ധത എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ സത്യസന്ധത, ഓണസ്റ്റി എന്ന് പറയുന്നത് നഹി ഖോऊंगा, ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. ഖോന മീൻസ് എന്താണ്? നഷ്ടപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. നഹി ഖോऊंगा എന്നാണ് ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്ന് പറയാണ്. ഇത് മാത്രമാണ് നമ്മുടെ ആൻസർ എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ശരിയായിട്ടുള്ളതാണ് കേട്ടോ. ഇനി പക്ഷെ കുറച്ചും കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ? സഹി രാസ്ത, ശരിയായ വഴി കേട്ടോ, ശരിയായ വഴി ഢൂണ്ട്കർ, തിരഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മദത് മാങ്കർ, ആരുടെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചുകൊണ്ട്, ആകെ ബഡൂങ്ക, ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള ഇതാണ് എന്ത് നമ്മുടെ ആൻസർ. ഒരിക്കലും നമ്മൾ സത്യസന്ധത വിട്ട് കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അന്തോണിയോടെ ആ ഒരു സ്ഥിതി ആയി പോകും നമുക്ക് അല്ലേ? അവനെ പിടിക്കപ്പെട്ടതുപോലെ ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സഹി രാസ്ത ചുൻകർ, സഹി രാസ്ത നല്ല വഴിയിലൂടെ കണ്ടുപിടിച്ച്, അത് നല്ലൊരു വഴി ഢൂണ്ട്കർ കണ്ടുപിടിച്ചിട്ട്, മദത് മാങ്കർ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ആരുടെങ്കിലും ഹെൽപ്പ് കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നോട്ട് നീങ്ങണം. ഓക്കെ, അല്ലാതെ ഈമാൻദാരി കളഞ്ഞിട്ടുള്ള പരിപാടി ഒന്നും ഇല്ല. അങ്ങനത്തെ വർത്തമാനമാണ്, അങ്ങനത്തെ ഒരു ഡയലോഗാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. ഇത് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ വേണ്ടി സാധ്യത കുറവാണ്. എന്താണ്? ഇത് നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, മുഷ്കിൽ ദിൻ ഹേ ജിസ്കാ സാമന കർനെ നിക്ലി ഏക് ഭീഡ് ഹേ. നമ്മുടെ അവസാന
ബൈസിക്കിൾ തീവ്സിന്റെ അവസാനത്തെ ഭാഗത്ത് മക്കൾ കാണുന്നുണ്ടാവും എന്താണ്, ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. നമ്മൾ ഇന്നലത്തെ ആ സിനിമ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞതാണ് ആ ഭാഗം എന്ന് പറയുന്നത്, എന്താണ്, ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ പോകുകയാണ്. എങ്ങോട്ടേക്ക്? ഒരു അന്തം ഇല്ലാതെ പോവുകയാണ്. എന്താണ്, അടുത്ത ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച്. ജീവിതം എന്ന് പറയുന്നത് എന്തല്ല, നമുക്ക് ഒട്ടും അനുകൂലമായിട്ടുള്ള കാര്യമല്ല. ഒരുപാട് പ്രശ്നങ്ങൾ വരും, നല്ല കുറേ കാര്യങ്ങൾ വരും. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്താണ് അതിജീവിച്ചാണ് നമ്മുടെ മുന്നോട്ടേക്ക് പോകുന്നത് അല്ലെ. അതേപോലെ ഓരോ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ വേണ്ടി പോകുന്ന ഒരു നമ്മുടെ ഒരു ബീഡിനെ ഒരു കൂട്ടം ആളുകളെ കാണിച്ചിട്ടാണ് അവസാനിക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, മുഷ്കിൽ ദിൻ ഹേ, വളരെ കഠിനമായ ദിവസമാണ്. ജിസ്കാ സാമന കർണേ നിക്കലി ഏക് ഭീഡ് ഹേ, അതിനെ സാമന മീൻസ് എന്താണ്, നേരിടാൻ കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ടേറിയ ആ ഒരു ദിവസത്തെ നേരിടാനായി പോകുന്ന കുറച്ച് ജനങ്ങൾ. ഭീഡ് മീൻസ് എന്താണ്, കൂട്ടം ജനങ്ങളെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ അത് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുഷ്കിൽ ദിനത്തിന് അല്ലെ. അപ്പം ഇസ്കാ ക്യാ താത്പര്യ, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചുള്ളത്? താത്പര്യ ക്യാ ഹേ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ കാണുന്നതാണ് കേട്ടോ. അപ്പം താത്പര്യം എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞിരിക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. താത്പര്യ ക്യാ വെച്ചെന്നാണ് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും എന്താണ് ജീവിതം നല്ല പോലെ ആയിരിക്കില്ല, എളുപ്പമായിരിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. ജിന്ദഗി മീൻസ് എന്താണ്, ലൈഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ലൈഫ് സബ്കെ ലിയേ, നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ആസാൻ നെയ്യേ, ആസാൻ അല്ല, ഈസി ആയിട്ടുള്ള ഒരു സംഭവമല്ല. ജിന്ദഗി എന്ന് പറയുന്നത് എല്ലാവർക്കും ആസാൻ അല്ല, ഈസി ആയിട്ടുള്ള ഒരു സംഭവമല്ല. മുഷ്കിലോं का सामना करके लोगों आगे बढ़ते हैं, എല്ലാ ജനങ്ങളും എങ്ങനെ തന്നെയാണ്, മുഷ്കിലോं को, പ്രോബ്ലംസിനെ, കഠിനതകളെ, സാമന करके നേരിട്ട് സ്വന്തമായിട്ട് നേരിട്ടിട്ട്, ലോഗ് ആകെ बढ़ते हैं, ജനങ്ങൾ എന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. ആകെ बढ़ते हैं എന്നാണ് മുന്നോട്ട് പോകുന്നു. അങ്ങനെ തന്നെ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അല്ലെ. യഹാ ऐसे ही एक भीड़ को दिखाया गया है, ഇവിടെ നമ്മുടെ ബൈസിക്കിൾ തീവ്സിൽ ഇങ്ങനെയൊരു ബീഡിനെ, ഇങ്ങനെയൊരു കൂട്ടം ആളുകളെ, അതായത് സാമന എന്താണ്, ഒരുപാട് മുഷ്കിലുകൾ സാമനെ കർത്തെ ഹുവേ ജാത്തെ, കുറച്ച് ലോകത്തിനെ കുറിച്ചിട്ടാണ്, കുറച്ച് ജനങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇങ്ങനെയുള്ള ആസിഹി എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ബീഡിനെ കുറിച്ചിട്ടാണ്, ജനക്കൂട്ടത്തെ കുറിച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരെയാണ് ദിഖായ ഗയാശ് എന്നാണ് കാണിച്ചിട്ടുള്ളത് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇതും എന്താണ്, മക്കൾക്ക് സെറ്റാണ്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മക്കൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്, അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. മക്കൾ ക്വസ്റ്റ്യൻ എന്താണ് പാറ്റേൺ നന്നായിട്ട് അറിയുന്നുണ്ടാവും. എന്ത് ചെയ്യും, ഒരു ബോക്സ് തന്നിട്ടുണ്ടാവും. ആ ബോക്സ് തന്നിട്ട് ബോക്സിൽ എന്തുണ്ടാവും, നമ്മുടെ ബൈസിക്കിൾ തീവ്സിൽ ഒരു ഭാഗം തന്നിട്ടുണ്ടാവും. എന്നിട്ടാണ് മക്കളോട് 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ ചോദിക്കാറ് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഈ ഒരു പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. പാരഗ്രാഫിന്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും, അതിന്റെ ആൻസർ ഉണ്ടാവും. ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പാരഗ്രാഫിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഹം അക്കേലെ നഹി ഹേ, നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് പറയുന്നുണ്ട്. എന്താണ്, നമ്മൾ ഒറ്റയ്ക്കല്ല, അക്കേലെയല്ല. ഇസ്കി പ്രാസംഗികത പർ വിചാർ പ്രകട് കരെ, ഇതിന്റെ പ്രാസംഗികത എന്താണ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി മക്കൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ആ പാരഗ്രാഫിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എടുത്ത് എഴുതാൻ പറ്റും. ഇത് ടെക്സ്റ്റത്തെ ഒരു ഭാഗമാണ് മിസ് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് തന്നെ മക്കൾക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കിട്ടും കേട്ടോ. നോക്കിക്കേ, ദുനിയാ ഭർ മേ, ലോകം മുഴുവൻ, ദൂർ ദൂർ കെ ദേശ് മേ, ദൂരെയുള്ള ദേശങ്ങളിൽ, ऐसे देशों में जहां लोग भाषा भी हमारी नहीं बोलते, നമ്മുടെ, അതായത് ഇത് ടെക്സ്റ്റത്തെ ഭാഗമായിട്ട് മിസ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. ടെക്സ്റ്റത്തെ ഭാഗം തന്നെയാണ്, മക്കൾ അത് പഠിച്ചു കഴിഞ്ഞതായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. പുതിയ ആൻസർ അല്ല കേട്ടോ, ടെക്സ്റ്റത്തെ ഭാഗമാണ്. ടെക്സ്റ്റത്തെ ഭാഗം അതേപോലെ എഴുതി വെച്ചാലും മാർക്ക് കിട്ടും കേട്ടോ. നോക്കിക്കേ, നമ്മുടെ ദൂരെയുള്ള ദേശങ്ങളിൽ എന്ന് പറയുന്നത് ആ ദേശങ്ങളിലൊക്കെ നമ്മുടെ ഭാഷ പോലും സംസാരിക്കാത്ത, ലോക ഭാഷ ഭി ഹമാരി നെഹി ബോൾത്തെ, നമ്മുടെ ഭാഷ പോലും സംസാരിക്കാത്ത ആളുകൾ, ऐसे लोगों है जो हमारी जैसी खुशियों से खुश हो रहे हैं, നമ്മളെ പോലെയുള്ള സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട്. ഈ ഒരു പാരഗ്രാഫ് ഫുള്ള് മക്കൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആണെന്നറിയാം. പക്ഷെ എന്താണ്, ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ദൂരെ ദേശങ്ങളിൽ എന്താണ്, നമ്മളെപ്പോലെ സന്തോഷിക്കുന്ന, നമ്മളെപ്പോലെ സങ്കടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് എന്നുള്ള ഭാഗമാണിത് അല്ലേ. നോക്കിക്കേ, ऐसे लोग है, ഇങ്ങനെയുള്ള ജനങ്ങൾ ഉണ്ട്. ഹമാരി ജേസെ ഖുഷിയോ സെ ഖുഷ് ഹോ രഹേ ഹേ, നമ്മളെപ്പോലെ ചെറിയ സാധനങ്ങൾക്ക് സന്തോഷിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഇപ്പൊ നീ ഇന്ത്യയിൽ നിന്ന് നിനക്കൊരു അനുഭവം ഉണ്ടായി നീ സന്തോഷിച്ചാലും അതേപോലത്തെ ആളുകൾ എവിടെ ഉണ്ടാവും, അമേരിക്കയിലും ഉണ്ടാകും. നമ്മളുടെയൊക്കെ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഏകദേശം ഒരേപോലെയാണ്, കാരണങ്ങൾ വേറെയാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലെ. ഹമാരെ ജേസെ ദുഃഖോ സെ ടൂട്ട് രഹേ ഹേ, നമ്മളെപ്പോലുള്ള സങ്കടങ്ങളിൽ എന്താണ്, സങ്കടപ്പെടുന്ന ആളുകളുണ്ട്. എവിടെ, നമ്മുടെ ദൂരദേശങ്ങളിൽ.
ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എനിക്ക് മാത്രം എന്താ ഇത്ര പ്രശ്നം, എനിക്ക് മാത്രം എന്താ സങ്കടം എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടും. അപ്പം നമ്മളോട് പറയാണ് നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല, നിങ്ങളെപ്പോലെ തന്നെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അപ്പുറത്തും ഉണ്ട്. ഏതോ നമ്മുടെ ഭാഷ പോലും സംസാരിക്കാത്ത ആളുകൾ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. നമ്മളെപ്പോലെ സന്തോഷിക്കുന്ന ആളുകളാണ് അവരും ദൂരെയുള്ള ദേശങ്ങളിൽ എന്നുള്ള ഭാഗമാണ് ഇത്. നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ക്വസ്റ്റ്യൻ മോഡലാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. പാരഗ്രാഫ് തന്നിട്ട് നിങ്ങളുടെ ആൻസർ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണിത് കേട്ടോ. നിങ്ങളുടെ എക്സാമിന് ഈ മോഡൽ ടൈപ്പ് എന്തായിരിക്കും, ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക കേട്ടോ. ഇതേ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, ഈ മോഡൽ സാധനമായിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ മക്കൾ ആ പാരഗ്രാഫിൽ നിന്ന് തന്നെ എടുത്ത് എഴുതേണ്ട ഒരു ആവശ്യം വരും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ. ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാതെ എൻ്റെ മക്കൾ പോകാനേ പാടില്ല. കാരണം എന്താണ്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. അതായത് ആപ്കെ സ്കൂൾ കെ ഫിലിമോത്സവ് മേ, നിങ്ങളുടെ സ്കൂളിലെ ഫിലിം ഫെസ്റ്റിവലിൽ ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന സിനിമ എന്ത് ചെയ്യാണ്, പ്രദർശിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മക്കളെ വെറുതെ ഒരു പോസ്റ്റർ ആണോ തയ്യാറാക്കേണ്ടത്? അല്ല. നിങ്ങൾ 7ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്ന ആ ഒരു ഫിലിം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു പോസ്റ്റർ തയ്യാറാക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് അല്ലേ? അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഇതും നന്നായിട്ട് തന്നെ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. കാരണം ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. വെറുതെ നമ്മുടെ ബൈസിക്കിൾ തീവ്സ് എഴുതി വെച്ചാൽ മക്കൾക്ക് മാർക്ക് കിട്ടത്തില്ല. കറക്റ്റ് ഫോർമാറ്റിൽ തന്നെ എഴുതണം. എന്ത് ചെയ്യണം മക്കൾ, ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ടുണ്ടാവണം. പിന്നെ പകുതി ആൻസർ എവിടെ തന്നെ ഉണ്ടാവും, ക്വസ്റ്റ്യനിൽ ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. പകുതി ആൻസർ എവിടെയുണ്ട്, ക്വസ്റ്റ്യനിലുണ്ട്. എന്താണ് നടക്കുന്നത്, ഫിലിമോത്സവമാണ് നടക്കുന്നത്. അപ്പം മക്കൾ എന്താണ് ഫിലിമോത്സവ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വർഷം ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർഷം ഇടാൻ 2025 എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. ഇനി വേറെ എന്താണ് ഫിലിമോത്സവിൽ എന്താണ് നമ്മൾ നടത്താൻ പോകുന്നത്, സിനിമയുടെ പ്രദർശനമാണ്. അതും ക്വസ്റ്റ്യനിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, സിനിമാ പ്രദർശനം എഴുതി. ഇനി ഏത് ഫിലിമാണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത്, അതും ക്വസ്റ്റ്യനിലുണ്ട്. നിങ്ങൾക്ക് ബൈസിക്കിൾ തീവ്സ് ആണ്. ഓക്കെ, ഈ 3 കാര്യങ്ങളും കിട്ടിയാൽ തന്നെ പകുതി സെറ്റാണ്. ഇനി നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ചു കൊടുക്കേണ്ട ഇതാണ് വിക്ടോറിയോ ദേ സിക്ക. ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മനുഷ്യനെ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം നമുക്ക് കൂടുതൽ പോയിന്റ്സ് എഴുതുമ്പോഴാണ് കൂടുതൽ മാർക്ക് കിട്ടുക അല്ലെ? അപ്പൊ ഈ ഒരു പോയിന്റ് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ നോക്കിക്ക് വിക്ടോറിയോ ദേ സിക്ക എന്ന് പേര് ആലോചിച്ച് വെക്കുക. എന്നിട്ട് ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി, ബ്രാക്കറ്റിൽ ഇട്ട് വെക്കുക. ഇയാളാണ് ഇത് ഡയറക്റ്റ് ചെയ്തത് അല്ലെ? ഇനി നിങ്ങൾ എഴുതേണ്ട കാര്യം ഒരു ഡേറ്റ് എഴുതണം, ഇഷ്ടമുള്ള ഡേറ്റ് ഇടുക. പിന്നെന്താണ്, ഒരു ടൈം എഴുതണം. പിന്നെന്താണ്, പ്ലേസ് എഴുതണം. ഇത്രയും കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ എന്തിൽ വേണം, പോസ്റ്ററിൽ വേണം. നിങ്ങളോട് എന്താ പറഞ്ഞത്, സിനിമാ പ്രദർശനം നടക്കുന്നുണ്ട്, എല്ലാവരും എന്ത് ചെയ്യണം, സ്വാഗതം ചെയ്യണം. അതിന് വേണ്ടിയിട്ടാ. അപ്പൊ എന്ത് വെച്ചിട്ടാണ്, ബൈസിക്കിൾ തീവ്സ് പ്രദർശനം ഉണ്ട് കേട്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ. അത് എവിടെ നടക്കും, എങ്ങനെ, ഏത് ടൈമിൽ നടക്കും, എവിടെ വെച്ചിട്ട് ഏത് ദിവസം നടക്കും, അങ്ങനെ പ്ലേസും ഡേറ്റും ടൈമും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം. അത് മക്കൾ എന്ത് ചെയ്യുക, ഓർഡറിൽ അങ്ങ് എഴുതി വെക്കാം. പിന്നെ പ്ലേസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതി വെക്കാം. ഒരു കുഴപ്പമില്ല, സ്കൂളിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മതി കേട്ടോ. പിന്നെ ലാസ്റ്റ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട കാര്യം സബ്കാ സ്വാഗത്. എല്ലാവരും സ്വാഗതം ചെയ്യണം. സ്വാഗതം ചെയ്താൽ നമ്മുടെ പോസ്റ്ററിന് ഒരു പരിപാടിയില്ല. സബ്കാ സ്വാഗത്, സബ്കാ എന്ന് തന്നെ എഴുതണം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്ലബിന്റെ പേര് എഴുതി വെക്കാം, ഫിലിം ക്ലബ്ബ്. ഈ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ എൻ്റെ മക്കൾ, ഒരിക്കലും തെറ്റിക്കരുത്. ഇത് അങ്ങനെ എഴുതി വെച്ചാൽ 4 മാർക്കാണ് മക്കളെ. ചെറിയ മാർക്കൊന്നല്ലേ, 4 മാർക്ക് അവിടെ കറക്റ്റ് വീഴും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഇത് എഴുതണം. ഓക്കെ, നമ്മുടെ ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന ആ ഒരു ഫിലിം മാത്രമാണ് നമ്മുടെ പാഠഭാഗത്തിലുള്ളത് അല്ല. നമുക്കിനി മേരിമ ഉണ്ട്, മേരിമ കഴിഞ്ഞിട്ട് സയാനി ബോയ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്പിൽ നമ്മൾ സൂപ്പർ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മേരിമ നമുക്ക് കഴിഞ്ഞു, സയാനി ബുവ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇപ്പൊ കലോത്സവം കാര്യങ്ങളൊക്കെയാണ് മക്കൾക്ക് അല്ലെ? അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടാണ് നോട്ട്സും കാര്യങ്ങളും കിട്ടുന്നതും. ചിലപ്പോൾ ഒരുപാട് പാട്ട് പാടാനും നിങ്ങളൊക്കെ ഒരുപാട് മത്സരങ്ങൾക്ക് പോയിട്ട് ക്ലാസ് പോയ ആൾക്കാരും ഉണ്ടാവും അല്ലെ? അപ്പം അവർക്കൊക്കെ ഒരു സപ്പോർട്ട് വേണം അല്ലേ? അപ്പോൾ ആ സപ്പോർട്ടിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ യോദ്ധ ബാച്ച്. ഇതുവരെ ചേരാത്ത ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ നമ്മുടെ താഴെ പോകുന്ന ആ നമ്പറിലൊന്ന് വിളിക്കുക, അഡ്മിഷൻ എടുക്കുക കേട്ടോ. അപ്പം ഹിന്ദിയുടെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം എല്ലാ സാധനങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം മക്കൾ, നിർബന്ധമായിട്ടും ചേരാൻ വേണ്ടി നോക്കുക. കാരണം പഠിക്കേണ്ടത് നമുക്കാണ്. ഓണം എക്സാമിന് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും, അത് പോട്ടെ. ക്രിസ്മസ് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യണം, സൂപ്പറായിട്ട് മാർക്ക് മേടിക്കണം അല്ലേ? അപ്പം വേഗം
ഒട്ടും വൈകിക്കേണ്ട, എന്ത് ചെയ്യാം മക്കള്, വേഗം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോഴാണ് നമുക്ക് ഓഫേഴ്സും വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് ഇനിയും മുന്നോട്ട് നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ.